നല്ല മഴയൊക്കെ ആയതുകൊണ്ടേ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന് ഇതുപോലൊരു സോക്സ് വെച്ചൊരു ഉടുപ്പുണ്ടാക്കി കൊടുക്കാം, ഒരു സ്വെറ്റർ ഉണ്ടാക്കി കൊടുക്കാം എന്ന് വിചാരിച്ചുകൊണ്ടായിരുന്നേ. അപ്പോൾ വീട്ടിൽ കിടന്ന ഒരു പഴയ സോക്സാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുമ്പം പഴയ സോക്സിൽ ചെയ്ത് നോക്കാം, എന്നിട്ട് ഓക്കെ ആവുകയാണെങ്കിൽ നമുക്ക് നല്ല സോക്സ് വാങ്ങിച്ചിട്ട് അവർക്ക് കുറച്ച് ഡ്രസ്സ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റുഡിയോയിലൊക്കെ വലിയ വിലയില്ലാതൊക്കെ നല്ല ഭംഗിയുള്ള സോക്സൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ വലിയ വില കൊടുത്ത് അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നതിലും നല്ലതാണ്, കാണാനും നല്ല ഭംഗിയുണ്ടായിരിക്കും. സ്റ്റുഡിയോയിലെ ആണെങ്കിൽ അവിടുത്തെ സോക്സൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സോക്സൊക്കെ കിട്ടും. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഇതെടുത്ത് അതിൻ്റെ സോക്സിൻ്റെ അടിവശം മുറിച്ച് കളഞ്ഞ് രണ്ട് സൈഡിലും ഇങ്ങനെ ചെറിയൊരു കിഴുത്തയിട്ടിട്ട് ചെറുതിനെ ഇടിക്കാനുള്ള ഒരു അഭ്യാസമാണ് ഈ കാണുന്നത്. അപ്പോൾ പുള്ളിക്കാരി പേടിച്ചു പോയി. അപ്പോൾ ഒരു തരത്തിലടിക്കുന്ന ഞങ്ങളെ കടിക്കാനൊക്കെ നോക്കുന്നുണ്ട്, അവളെ എന്തോ ചെയ്യാൻ പോവുകയാണെന്ന് വിചാരിച്ചു. ഒരു തരത്തിലാണ് ഞാനും നീലുവും കൂടെ അതെങ്ങനെയെങ്കിലും വലിച്ചു കയറ്റി ഇടണമല്ലോ. അപ്പോൾ ഇതെന്താണെന്ന് അവൾക്കും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അവൾ ഞങ്ങളെ എല്ലാം കടിക്കാൻ നോക്കുക. പേടിച്ചു പോയി ആൾ, കണ്ടോ. പക്ഷേ എന്നാൽ അത്ര വേദനിപ്പിക്കുന്നൊന്നുമില്ല കേട്ടോ. ചില സമയത്ത് നല്ല വേദനിപ്പിക്കുകയും ചെയ്യും. എന്നാലും ഒരു തരത്തിൽ ഞങ്ങളിത് ഇട്ട് കൊടുത്തു. എന്താണെന്ന് വെച്ചാൽ അവൾക്കിതെന്താണ് അതിൻ്റെ ഒരു സുഖം മനസ്സിലാവണമല്ലോ. എന്നല്ലേ ഇനി നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴും അല്ലെ പുറത്ത് കൊണ്ടുപോകുമ്പോഴും ഒക്കെ അവൾക്ക് ഇങ്ങനെ ഇടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, നീലുവിൻ്റെ കയ്യിൽ ഇരിക്കുന്നേ ഇല്ല. ഞങ്ങളെല്ലാം ഇട്ട് ഒരു തരത്തിൽ ആ കഴുത്തേൽ ഒന്നിങ്ങനെ മടക്കി വെക്കാൻ നോക്കുക. അപ്പോൾ കാപ്പിയുടെ വിചാരം ഞങ്ങളവളെ എന്തോ ചെയ്യുവാണെന്ന് വിചാരിച്ചിട്ട് കാപ്പി ഞങ്ങളെ വന്ന് വഴക്കുണ്ടാക്കുക, അവളെ വിടെന്നും പറഞ്ഞുകൊണ്ട്, കേട്ടോ. അങ്ങനെ അവളെ ഇടിയിച്ച് കഴിഞ്ഞിട്ട് വിട്ട് കഴിഞ്ഞപ്പം ആൾ പേടിച്ചു പോയി. അവൾക്ക് പേടി വന്ന ആദ്യം ചെയ്യുന്നത് ഈ ജനലിൻ്റെ മേളിൽ കയറുക കേട്ടോ. അപ്പോൾ ഈ ഉടുപ്പിട്ടുകൊണ്ടാണ് എന്തോ പുള്ളിക്കാരിക്ക് ഒരു ബാലൻസ് കിട്ടുന്നില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അതിൻ്റെ മേളിൽ കയറി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇനി ഇതിട്ട് കഴിഞ്ഞ് ഓടി വന്ന് കാപ്പി അവളെ പിടിക്കുമെന്നൊക്കെ. അപ്പോൾ താഴോട്ടങ്ങ് വീണുപോയി. പേടിക്കാനൊന്നുമില്ല, അവിടെ പുല്ലായിരുന്നു കേട്ടോ. അപ്പോൾ കാപ്പി അവളെ പുറത്ത് പോയി നോക്കുന്നുണ്ട്. അപ്പോൾ ഈ നീല് പോയി എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി ഇത് അവൾക്ക് കംഫർട്ടിന് വേണ്ടിയായിട്ട് ചെയ്ത എന്തോ കാര്യമാണ്. അപ്പോൾ നല്ല മഴയാണ്, പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്തപ്പോൾ ആൾക്ക് നല്ല സുഖമുണ്ട് കേട്ടോ. പിന്നെ അത് ഊരാനൊന്നും സമ്മതിച്ചില്ല, അങ്ങനെ തന്നെ ഇരിക്കുക. പിന്നെ അല്ലിക്കുട്ടൻ്റെ കയ്യിലിരുന്ന് അങ്ങനെ ആളങ്ങ് ഉറങ്ങിപ്പോയി. ഇതേ കണ്ടില്ലേ. പിന്നെ അന്നത്തെ ദിവസം അങ്ങ് ഉറക്കമായിരുന്നു. ഭയങ്കര സുഖമല്ലേ മഴയത്ത്. അവൾ ആ സ്വെറ്ററും കൂടി ഇട്ടപ്പോഴേക്കും നല്ല സുഖമായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം വീട്ടിൽ നമ്മുടെ പൂച്ചക്കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലത്തെ പഴയ സോക്സൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അവർക്കൊന്ന് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ.